ഹായ് ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അതുപോലെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അവിട്ടമാണ്. അവിട്ടം ദിന ആശംസകൾ കേട്ടോ. ഇന്നിപ്പം അവിട്ടം ദിനമാണെങ്കിലും ഇന്ന് രാവിലെ ഒരു യാത്ര പോകാൻ തുടങ്ങുവാണേ. ഒരു ദിവസത്തെ ഒരു പരിപാടി. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞൊരു 10 മണിയാകുമ്പോഴത്തേനും ഇറങ്ങുവേ. അപ്പോൾ അമ്മയുണ്ട്, അനിയത്തിമാരുണ്ട്. അങ്ങനെ ഒന്ന് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കണം. പിന്നെ അരി അടുപ്പേലിട്ടു. ഇന്നലെ തിരുവോണത്തിന് ഉണ്ടാക്കിയ കറികൾ ഒട്ടുമുക്കാലും ഉണ്ട്. അതൊക്കെ കുറച്ച് ഫ്രിഡ്ജിലുണ്ട്. കുറച്ച് ചൂടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്നും കേടാകാതെ എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ട, ഒരു അവിയൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ രാവിലെ നമ്മുടെ വിശേഷങ്ങളുമായിട്ട് തുടങ്ങുക കേട്ടോ. അപ്പോൾ മധുരം ഇല്ല കടുപ്പവും ഇല്ലാത്ത ഒരു കട്ടൻ ചായ കുടിക്കട്ടെ. അതിനകത്ത് തിളപ്പിക്കാൻ വെച്ചു. അടുപ്പെന്ന് പറഞ്ഞ് ഗ്യാസല്ലേ, അടുപ്പിൽ അരി അടുപ്പിലിട്ടേക്കുന്നു. അപ്പം കട്ടൻ ചായയൊക്കെ ഊറ്റി കുടിച്ചിട്ട് പോകാനുള്ള നോക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കാണിച്ചു തരാവേ. ഇതുണ്ട്, ഈ പാത്രത്തിൻ്റെ ഈ ഭാഗമില്ല, അവിടത്തെ കൂടെ വെള്ളം ചാടുമെന്ന് ഓർത്തിരുന്ന, പക്ഷേ അതിലേ നമ്മൾ ചായ ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് കണ്ട മുഴുവനും പുറത്തേക്ക്. അങ്ങനെ എനിക്കൊരു കളിപ്പ് പറ്റി ഈ പാത്രം മേടിച്ചത്, ചായപാത്രം. അപ്പം നമുക്ക് തിരക്കിനിടയിൽ ഇന്ന് 3ാമത്തെ ഓണമല്ലേ, തിരക്കിനിടയിൽ ഒരു ചെറിയൊരു അവിയലും കൂടെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ കഴുകിയെടുപ്പ് വെച്ചു, അവിയലിനുള്ള കഷ്ണങ്ങൾ വരിഞ്ഞ് വെച്ചു. പിന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കട്ടെ, കുറേ കറികൾ ഇന്നലത്തെ ഇരിപ്പുണ്ട്. എങ്കിലും ഒരു അവിയൽ ഫ്രഷായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ, കാരണം അവിയൽ ഇന്നലെ തന്നെ തീർന്നു പോയേ, അത് കാരണം. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കട്ടെ കേട്ടോ. എന്നിട്ട് പാല് കാച്ചണം, ചായ ഉണ്ടാക്കും. ചേനയും മുരിങ്ങക്കായും ഇല്ലാത്തൊരു അവിയലാട്ടോ. അത് രണ്ടും കിട്ടിയില്ല. ഞങ്ങളൊക്കെ ചെന്നപ്പോഴത്തേനും എല്ലാം തീർന്നു പോയി. അപ്പോൾ നമുക്ക് ഇത് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇത് ഒന്നും കൂടെ തിള കയറുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും, പിന്നെ വേണമെങ്കിൽ 2 വെളുത്തുള്ളി ചേർക്കുന്നവരുണ്ട്, ചുവന്നുള്ളി എല്ലാം കൂടി ചതച്ച് ഇട്ടാൽ മതി. ജീരകം നന്നായിട്ട് അരയണം കേട്ടോ. അങ്ങനെ നമുക്കൊരു അവിയൽ വെക്കാം. പാല് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഒക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് കേട്ടോ. ഇളക്കി തിളപ്പിച്ച് വേവിച്ചു. നല്ലൊന്നും തിളച്ച് വരണം. പാത്രത്തിനകത്തൊരു പൊതിച്ചോറ് എടുത്തതാട്ടോ. ഇത് ഏത്തപ്പഴം കൊണ്ടുള്ള മധുരക്കറി, അവിയൽ, ഇഞ്ചിക്കറി, അല്ലേ ഇത് ഇഞ്ചിക്കറി, ഇത് ഉള്ളിക്കറി, നാരങ്ങ വെച്ചില്ല കേട്ടോ, അതിന് ഭയങ്കര കയ്പാണ്. പിന്നെ കാബേജ് തോരൻ, ബീട്രൂട്ട് പച്ചടി, 2 പപ്പടവും കൂടെ വെക്കാവേ. ഇരിക്കട്ടെ.